സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം വായിച്ച് പ്രാർത്ഥനയോടെ അല്പസമയ ധ്യാനത്തിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. സങ്കീർത്തനം 25 വാക്യം 13. 25-ാം സങ്കീർത്തനം 13-ാം വാക്യം. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 25-ാം സങ്കീർത്തനം ദാവീദിൻ്റെ മനോഹര സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ഒരു ഭക്തന് അഥവാ ഒരു ദൈവവിശ്വാസിക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഒരു മനുഷ്യനാവശ്യമായ പ്രബോധനം, ഒരു മനുഷ്യനാവശ്യമായ ഉപദേശം, ഒരു മനുഷ്യനാവശ്യമായ മാർഗദർശനം, ഒരു മനുഷ്യന് ആവശ്യമായ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ഒരു മനുഷ്യനാവശ്യമായ പാപക്ഷമ, ഒരു മനുഷ്യനാവശ്യമായ വിവിധ നന്മകൾ അഥവാ ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ, എല്ലാറ്റിനുപരിയായി ഒരു മനുഷ്യനാവശ്യമായ സുഖവും സമാധാനവും, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. കർത്താവിങ്കലേക്ക് അഥവാ ദൈവത്തിങ്കലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് ഈ സങ്കീർത്തന ധ്യാനം ആരംഭിക്കുന്നു. അഥവാ, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് വീണ്ടെടുപ്പ് എന്ന വാക്കിനോടുകൂടെയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സങ്കീർത്തനം വീണ്ടെടുപ്പിൽ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നാം ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സും നമ്മുടെ ദേഹം ആത്മാവിനെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ചാൽ അന്നത്തെ ദിവസത്തെ ദൈവം നമുക്ക് അനുഗ്രഹമായി, ആശീർവാദമായി വീണ്ടെടുക്കുവാൻ ഇടയാവും. ഈ സങ്കീർത്തനത്തിൽ നാം വായിച്ച 13-ാം വാക്യത്തിൽ അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ, ആരാണ് സുഖത്തോടെ വസിക്കുന്നത്? ആരാണ് ദേശത്തെ അവകാശമാക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 12-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി നൽകുന്നുണ്ട്. യഹോവ ഭക്തനായ പുരുഷനാർ എന്ന് ചോദിച്ചിട്ടാണ് അടുത്ത വാക്യത്തിൽ ഈ നന്മകൾ പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തനാണ് താഴെ പറയുന്ന നന്മകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദൈവഭക്തനായി ജീവിക്കുക എന്നാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല, അത് ഗൗരവകരമായ ഒരു കാര്യമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചും, ദൈവത്തിൽ ഭയഭക്തി അർപ്പിച്ചും, സമ്പൂർണ്ണ സമർപ്പണത്തോടെ വിശുദ്ധ ജീവിതത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു പഥ്യജീവിതം, അതാണ് സമർപ്പണ ജീവിതം. അങ്ങനെ ജീവിക്കുവാൻ സമർപ്പിച്ച ഒരു ഭക്തന് ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടാകും എന്നാണ്
ഈ 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ആ ദൈവത്തിൻ്റെ കൂട്ടായ്മ, ആ ദൈവം കൂടെ ഇരിക്കുന്ന അനുഭവം, അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടാകുമെന്ന്. ആമേൻ, ആമേൻ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി